നാസർ, പോയ ദിവസങ്ങളിലെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ഭക്ഷണത്തിനായി വരി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അക്രമം അഴിച്ചുവിടുന്നു, അവരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതിന് എന്തെങ്കിലും ഒരു ശമനമുണ്ടോ? അവിടുത്തെ ഇതുവരെയും ഒരു കുറ്റമറ്റ രീതിയിലേക്ക് ഈ ഭക്ഷണ വിതരണം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ UN ഉൾപ്പെടെയുള്ള ഇപ്പോൾ യുനർവ ഏറ്റവും ശക്തമായിട്ടുള്ള നെറ്റ്വർക്കുള്ള ശൃംഖലകളുള്ള പ്രാതിനിധ്യമുള്ള ഒരു അന്തർദേശീയ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷേ ഇവരൊക്കെയും അകറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയെ മാത്രം പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഒരു കരാർ സംഘങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ബദൽ സംവിധാനം ഇസ്രായേൽ ആവിഷ്കരിച്ചത്. പക്ഷെ അതിന് ചുവടെ അതിന് ഈ ഒറ്റ കേന്ദ്രത്തിലേക്ക് ഈ ഭക്ഷണം തേടി പതിനായിരങ്ങൾ വന്നെത്തുമ്പോൾ അവർക്ക് ഏതർത്ഥത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യണം, എങ്ങനെ ആ ഒരു സംവിധാനം ചിട്ടപ്പെടുത്തണമെന്ന് പോലും യാതൊരു വ്യക്തതയുമില്ല. അതുമാത്രമല്ല, ഒരു വംശഹത്യക്കുള്ള വലിയൊരു മാർഗമായി പോലും ഈ പട്ടിണിയെ ഇസ്രായേൽ നേതൃത്വം, അതോടൊപ്പം തന്നെ അമേരിക്കൻ നേതൃത്വം കാണുകയാണ്. വെടിവെപ്പുകളിലൂടെ 900 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പട്ടിണി കിടന്ന് ഇന്നലെ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞു പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മരണസംഖ്യ പട്ടിണിയിലൂടെയും പോഷകാഹാര കുറവ് മൂലവും വലിയ തോതിൽ അധികരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോഴും ഈ കുറ്റമറ്റ രീതിയിൽ ഈ വിതരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അമൃത. ശരി, MC നാസറാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.